അള്ളാഹു ഉദ്ദേശിച്ചവന്റെ ഹൃദയത്തിൽ കൊടുക്കുന്ന പ്രകാശത്തിന്റെ ഒരു ശോണിമയ്ക്കാണ് ഹിദായത്ത് എന്ന് പറയാ. ഇത് അണയാതിരിക്കാനാണ് 5 വഖത്ത് നിസ്കാരത്തിലും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിക്കുന്നില്ലേ? ഫാത്തിഹ സൂറത്തിന് സൂറത്തു ദുആഇ പ്രാർത്ഥനാ സൂക്തം എന്ന പേരുണ്ട് എന്ന് ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു തഫ്സീർ ബൈലാവിയിൽ അൻവാർ തൻസീർ വഅസ്റാർ തഅവീലിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നതായി കാണാം. എന്തുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയത്? ദുആ എന്ന് പറയുന്നതാകുന്ന ഒരു പദം പരിശുദ്ധമായ ഫാത്തിഹയിലുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. അല്ലാഹു ഈ ഹിദായത്തിന്റെ വഴിയിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തണേ. അള്ളാഹു ഞങ്ങളെ ഹിദായത്തിലേക്ക് ചേർത്ത് നിർത്തണേ. അല്ലാ, ഈ ഒരു വാക്യം ചോദിക്കാത്ത ഒരു മുസ്ലിമില്ല. 5 വഖത്ത് നിസ്കാരത്തിലും 17 റക്അത്തിലും നമ്മൾ അറിയാതെ അള്ളാഹുവിനോട് ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ദുആ അത് ഹിദായത്താണ്. സുബഹി 2, ളുഹർ 4 അങ്ങനെ നോക്കിയാൽ മൊത്തം എത്ര റക്അത്ത്? 17 റക്അത്ത് ഫർള് മാത്രം. ഈ ഫർളുകളിൽ മാത്രം പടച്ചറബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന ഒരേ ഒരു ചോദ്യം ഹിദായത്ത് മാത്രമാണ്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അത് പോയാൽ പോയി സഹോദരങ്ങൾ, എപ്പോ വേണമെങ്കിലും അണയാം. അത് ഒറ്റ രാത്രി കൊണ്ട് അണയും, ഒരു കള്ളുകൊണ്ട് അണയും.